നമ്മൾ വാൾ ഗ്രിഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് കൂടുതൽ അലങ്കോല പണികളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ഹാങ്ങിങ്സും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും വിചാരിക്കും സ്റ്റാമ്പ് ഉണ്ടാക്കണം സ്റ്റാമ്പ് ഉണ്ടാക്കണം. ഓ അതിപ്പോൾ ചെറിയ പരിപാടിയല്ലേ, പെട്ടെന്ന് തീരൂലേ എന്ന് വെച്ചിട്ട് മാറ്റി മാറ്റി വെച്ചു. ഇപ്പം ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായത്. എന്തായാലും 3 സെയിം സൈസിലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഫോട്ടോസും വരച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആസ് യൂഷ്വൽ നമ്മളുടെ ചാനലിൻ്റെ തന്നെ എംബ്ലമാണ്. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഫ്രോഗും പിന്നെ ഒരു ബട്ടർഫ്ലൈ ആണ്. ഫ്രോഗും ബട്ടർഫ്ലൈയും ഒന്നും ഇല്ലാത്ത ഒരു പിക്ചേഴ്സും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇത്ര ചെറിയ ഫോട്ടോസിന് പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെയിൻറ്റ് ചെയ്ത് വന്നപ്പം എന്തൊരു ക്യൂട്ടാണെന്നറിയോ. ആ ഫ്രോഗിനൊക്കെ കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. പിന്നെ ഷെയ്ഡിങ്ങിൽ നമുക്കത്ര വശമില്ലാത്തത് കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു സ്റ്റാമ്പാക്കി മാറ്റണമല്ലോ, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സിൽ കട്ട് ചെയ്യുന്ന സിസേഴ്സും കൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഫ്രോഗിൻ്റെത് എന്തൊരു ക്യൂട്ടാ. ഇതിപ്പോൾ ഹാങ് ചെയ്യാനുള്ള ക്ലിപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു 2 സൈഡ് ആയിട്ടുള്ള സെലോ ടൈപ്പും കൂടി ഒട്ടിച്ചിട്ട് അതവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഹാങ് ചെയ്യല്ല, അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. അതെന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇതെല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് മാത്രം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോസ് കാണുന്നല്ലാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.